1000 അവിശ്വാസിക്ക് അര വിശ്വാസി, 1000 എക്സ് മുസ്ലിമിന് ഒരു അര ഉസ്താദ്. ഇതേപോലെ 1000 എക്സ് ക്രിസ്ത്യനോ 1000 എക്സ് ഹിന്ദുവിനോ നമ്മുടെ ഒരു നല്ല പ്രവൃത്തി, വിശ്വാസിയുടെ നന്മയുള്ള ദൈവീകമായ ഈശ്വരീയമായ ഒരു കാര്യം, അതിൽ ഈ 1000 അധിക്ഷേപങ്ങളും വിമർശനങ്ങളും അലിഞ്ഞില്ലാതായി പോകും. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് 1000 എക്സ് മുസ്ലിങ്ങൾക്ക് പകരമായി ഒരു അര ഉസ്താദ് മതി എന്ന് തെളിയിക്കുന്ന നമ്മുടെ ഉസ്താദ് അൻസാരി സുഹ്രിയുടെയും അതേപോലെ കാന്തപുരം ഉസ്താദിന്റെയും മഹനീയമായ കർമ്മം മനോഹരമായി ഇദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. ഖുറാനിൽ തന്നെ നിങ്ങൾക്ക് കാണാം കാഫിറുകളെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണമെന്ന്. അതുപോലെ നിങ്ങളുടെ അയൽവക്കത്ത് ജീവിക്കുന്ന ആള് സത്യനിഷേധി, അതായത് കാഫിറാണ് എന്നുണ്ടെങ്കിൽ അവനോട് നിങ്ങൾ പരുഷമായിട്ട് പ്രവർത്തിക്കണം. പരുഷത അവൻ കണ്ടെത്തണമെന്ന് ഖുറാനിൽ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. ഈ അതേപോലെ ഹദീസുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ നിങ്ങൾ നടന്നു പോകുമ്പോൾ എതിരെ ഒരു ജൂതൻ വന്നാൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനി വന്നാൽ നിങ്ങൾ അവന് വഴി എളുപ്പാക്കി കൊടുക്കണം എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്, നിങ്ങൾ വഴി ഇടുക്കി കൊടുക്കണം തന്നെയാണ് പറയുന്നത്. എന്നെ കേട്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഇസ്ലാം മത വിശ്വാസി മുസ്ലിം അല്ലാത്ത ഒരാളെ എന്ത് ചെയ്യണമെന്നാണ് ഖുർആൻ പറഞ്ഞതെന്ന് ആരിഫ് ഹുസൈൻ പറഞ്ഞത്? കണ്ടെടുത്ത് വെച്ച് കൊല്ലണം, അല്ലെ? അങ്ങനെയല്ലേ ഇപ്പൊ ആരിഫ് ഹുസൈൻ പറഞ്ഞു? ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാ പറഞ്ഞു. നീ വാർത്ത കാണും. നിമിഷങ്ങളുടെ വധശിക്ഷ റദ്ദാക്കാൻ കാന്തപുരം കൂടി വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. യമനിലെ പ്രധാന സൂഫി പണ്ഡിതനുമായി അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു. നിഖിൽ, ഈ ചർച്ചയിൽ ഇപ്പോൾ വലിയ പ്രതീക്ഷയുണ്ടല്ലോ, അതിന്റെ പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നു. എന്നാലും എന്റെ പൊന്നാരിയെ പുസ്തകങ്ങൾ വല്ലാത്തൊരു ചീത്താണ് ചെയ്തത്. എത്ര കാലമെടുത്ത് സമയവും ഊർജവും ചെലവാക്കി ആരിഫ് ഹുസൈനും സി രവിചന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഇസ്ലാമേതര സമൂഹങ്ങളെ പഠിപ്പിച്ചത് മുസ്ലിങ്ങളെ സൂക്ഷിക്കണം. അവർ ഖുർആനിലുണ്ട് അവിശ്വാസികളെ, മുസ്ലിമീങ്ങളല്ലാത്തവരെ തക്കം കിട്ടിയാൽ തക്കം പാർത്തിരിക്കുകയും വധിക്കുകയും അവരെ വഴി ഇടുക്കി ജില്ലയിലോ അല്ലെങ്കിൽ ഇടുക്കി കൊടുക്കുകയോ ഇടുക്കി ജില്ലയിലാക്കുകയോ അല്ലെങ്കിൽ പത്തനംതിട്ട ഭാഗത്തേക്കാക്കി കൊടുക്കുക എന്നൊക്കെ നിരന്തരമായി പറഞ്ഞു പഠിപ്പിച്ചിട്ട് ഉസ്താദിന്റെ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് ഇതെല്ലാം തകിടം മറിഞ്ഞു പോയില്ലേ ഉസ്താദ്? ഒരു മനുഷ്യന്റെ അധ്വാനത്തിന് ഒരു വില കൽപ്പിക്കാൻ ഞാൻ ആലോചിക്കുകയാണ്. പയ്യന്റെ ചിരി കിട്ടില്ല. ഉസാമ ബില്ലാദിന്റെ ഉള്ളിലുള്ള സോഫ്റ്റ്വെയർ ഇസ്ലാം ആയതുകൊണ്ടാണ്. ആ സോഫ്റ്റ്വെയർ മാറ്റിയാൽ ഉസാമ ബില്ലാദ് നല്ല മനുഷ്യനാണ് എന്നാണ് സി രവിചന്ദ്രൻ എന്നോടാ പറഞ്ഞ അടിപേര്. ഞാൻ അദ്ദേഹത്തോട് ചൂടാവുകയും ചെയ്യുന്നു. മുസൽമാനെ കൊന്ന കേസിൽ പ്രതിയായ മുസ്ലിമേതര സമൂഹത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ കഴുമരത്തിൽ നിന്ന് രക്ഷിക്കാൻ മറ്റൊരു മുസ്ലിം പണ്ഡിതൻ വരുന്നു. ഈ കാരുണ്യ പ്രവർത്തനത്തിന് കാന്തപുരം എ പി മുസ്ലിയാരെ പ്രേരിപ്പിച്ച ആ സോഫ്റ്റ്വെയർ എന്താണെന്ന് ആളുകൾ ചോദിക്കുക. അതാണ് വിശ്വാസം, ആത്മീയത. അല്ലെങ്കിൽ മോശക്കാരനാക്കി തീവ്രവാദിയാക്കിയത് ഇസ്ലാം എന്ന സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഇത് എന്നോടാണ് രവീന്ദ്രൻ സാറ് പറയുന്നത്. ഞാനും രവീന്ദ്രൻ സാറും ഹാഷ്മിയുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ജനകീയ കോടതിയിൽ അടക്കം ഇരിക്കുമ്പോഴാണ് ഞാൻ അതിനകത്ത് കേട്ട് ഞാൻ വളരെ പ്രകോപിതനാകുക. കാര്യം അത് ക്രിസ്തു മതത്തെക്കുറിച്ച് പറഞ്ഞാലും ഇസ്ലാം മതത്തെക്കുറിച്ച് പറഞ്ഞാലും ഹിന്ദു മതത്തെക്കുറിച്ച് പറഞ്ഞാലും ബൗദ്ധ മതത്തെക്കുറിച്ച് പറഞ്ഞാലും ഒക്കെ അത് വിഷമം ഉണ്ടാവും. കാര്യം ഒസാമ ബിൻ ലാദൻ ഈ പ്രത്യേക മതം, ആ മതത്തിന്റെ സോഫ്റ്റ്വെയർ കൊണ്ടാണ് പ്രശ്നം ഉണ്ടാവും എന്ന് പറയുന്നത്. അപ്പൊ നാളെ ഗോഡ്സെ ഹിന്ദുവിന്റെ സോഫ്റ്റ്വെയർ കൊണ്ടാണോ ഗാന്ധിജിയെ കൊന്നത്? അല്ലല്ലോ. അപ്പം ഇത് എല്ലാ വിഭാഗത്തിലും തീവ്രസ്വരക്കാരുണ്ട്. അവർ അതാത് സമൂഹങ്ങളുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ അവരിൽ ഉണ്ടാകുന്ന എക്സ്ട്രീമിസമാണ്, ക്യാൻസർ ആണെന്ന് തിരിച്ചറിയുന്നതിന് പകരം ആ മതങ്ങളെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുക. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇത്രയും കാലത്തെ പ്രൊപ്പഗാൻഡ ഒരൊറ്റ നന്മയുടെ പ്രവൃത്തി കൊണ്ട് അദ്ദേഹം ക്യാൻസൽ ചെയ്തു. കാന്തപുരം ഉസ്താദ് ഇത്രയും മാതൃകാപരമായ കരണീയമായ പ്രവൃത്തികൾക്ക് പ്രേരിപ്പിച്ച സോഫ്റ്റ്വെയർ ഏതാണെന്ന് അവന്റെ കണ്ണാക്കിലിട്ട് ആളുകൾ പൊട്ടിക്കുക. എന്നാൽ ഉസ്താദ് വല്ലാത്തൊരു ചെയ്താണ് ചെയ്തത്. എന്നാലും അൽഹംദുലില്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ്സ് വരട്ടെ. അത്ഭുതപ്പെട്ടു പോയി. ഇപ്പം സോഷ്യൽ മീഡിയ തുറന്നാൽ, ചാനൽ തുറന്നാൽ സാംസ്കാരിക നായകന്മാർ, രാഷ്ട്രീയക്കാർ മത്സരിക്കുകയാണ്. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ മത്സരിക്കുകയാണ്. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് ശ്രീധരൻപിള്ള സാർ. ഞാൻ മനസ്സിലാക്കുന്ന ഉസ്താദ് ഈ ചെയ്ത പ്രവൃത്തി കൊണ്ട് ഒരുപാട് പ്രശംസയും പ്രാർത്ഥനയും കിട്ടുന്നുണ്ടെങ്കിൽ ഒരു വിഭാഗം ആളുകൾ കഥവടച്ച് മൂലക്കിരുന്ന് കരയാൻ, ഉസ്താദെ കരയാൻ, പൊട്ടിക്കരയാൻ. കാന്തപുരത്തിന്റെ പൂതി അന്വേഷിക്കാം. കാഫറിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം, കാഫറിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം, പതിയിരിക്കണം, ഇടുക്കി ജില്ലയിൽ വീടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ പത്തനംതിട്ടയിലാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞത് അതേ അവിശ്വാസിയായ ഒരു സ്ത്രീയെ കഴുമരത്തിൽ നിന്ന് ഒരു മുസ്ലിം പണ്ഡിതൻ രക്ഷിച്ചുകൊണ്ട് വരും. എന്നെ കേട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരും ഇപ്പം ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ ഫോട്ടോ മത്സരിച്ച് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഉസ്താദിന്റെ കരണീയമായ പ്രവൃത്തി നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണോ? അല്ലെങ്കിൽ ഒരു മുസൽമാന്റെ പ്രവൃത്തി നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണോ? സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ജില്ലയിൽ പോയിട്ട് അവിടെ താമസിക്കുന്ന ഇസ്ലാമേതര സമൂഹങ്ങൾക്ക് ശ്വാസം വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ ഇതുപോലെ വിദേശ രാജ്യത്തിൽ കിടന്നപ്പോൾ പുറത്തിറക്കി
മുന്നിട്ട് വന്നത് സാക്ഷാൽ ഈ മതത്തിന്റെ ഈ അവിശ്വാസിയെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്ന് പഠിപ്പിക്കുന്ന എന്ന് നിങ്ങൾ പറയുന്നില്ലേ, ഈ മതത്തിന്റെ ഭാഗമായിട്ടുള്ള ബഹുമാനപ്പെട്ട യൂസുഫ് അലി സാഹിബായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം. അതേപോലെ എത്രയോ ഉദാഹരണങ്ങൾ. ഞാനത് ഹൈലൈറ്റ് ചെയ്യുന്നത് നന്മ എവിടെയും നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം. അത് ഉസ്താദ് അൻസാരി സുഹ്രി, ശ്രീ ഉസ്താദ് അൻസാരി സുഹ്രി ആകട്ടെ, ശ്രീ കാന്തപുരം അബൂബക്കർ മുസ്ലിം ആകട്ടെ, സമാനമായി ഹിന്ദു സമൂഹത്തിൽ നിന്ന്, ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് വരുന്ന ആത്മീയ പണ്ഡിതരുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ യോജിപ്പിന്റെ സ്വരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത് വലിയൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ വരുമ്പോഴാണ് 1000 അവിശ്വാസിക്ക് ഒരു അരവിശ്വാസിയുടെ നന്മയുള്ള പ്രവൃത്തി മതി എന്നാകുന്നത്. 1000 എക്സ് മുസ്ലിമിന് ഒരു അര ഉസ്താദ്, 1000 എക്സ് ക്രിസ്ത്യാനികൾക്ക് ഒരു അര നല്ല പള്ളിയിലച്ഛൻ, 1000 എക്സ് ഹിന്ദുക്കൾക്ക് വിശ്വാസം വിട്ടുപോകുന്നവർക്ക് ഒരു അര നല്ല സന്യാസി ഉണ്ടെങ്കിൽ, ഒരു സ്വാമി വിവേകാനന്ദനെ പോലുള്ള ആളുണ്ടെങ്കിൽ, ഈ അവിശ്വാസികൾ നമ്മൾ വിശ്വാസികളെ അധിക്ഷേപിക്കുന്നതും വിശ്വാസത്തെ ആക്രമിക്കുന്നതും ഒക്കെ ഇല്ലാതാവും. നമ്മൾ ആ മറുപടി പറയേണ്ടത് നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ്, നന്മയിലൂടെയാണ്. സംവാദങ്ങളിലും തർക്കത്തിലൂടെയും മാത്രമല്ല, നന്മയിലൂടെ, പ്രവൃത്തിയിലൂടെ, കർമ്മത്തിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയട്ടെ. ഞാൻ യാത്രയിലായിരുന്നുകൊണ്ട് ഇടയ്ക്ക് കുറേ വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സായി. എന്തായാലും നന്മയുണ്ടാകട്ടെ. ആ നന്മയിലൂടെ നമുക്ക് ലോകത്തിന് പുതിയ പാഠങ്ങൾ, കാഴ്ചപ്പാടുകൾ, ഉൾക്കാഴ്ചകൾ നൽകാനാവും.